നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു യുദ്ധവിമാനത്തിന് സ്വന്തം രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലിൽ നിന്ന് വെടിയേറ്റ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന നിലപാടിൽ അമേരിക്ക. ഇന്നലെയാണ് അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാൻ എന്ന പടുകൂറ്റൻ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനത്തെ ചെങ്കടലിൽ റോന്തു ചുറ്റുകയായിരുന്ന അമേരിക്കയുടെ തന്നെ മറ്റൊരു യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു അപകടമായി അമേരിക്ക കണക്കാക്കുന്നില്ല. ഇത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു അപകടമാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇതൊരു ഫ്രണ്ട്ലി അറ്റാക്ക് എന്നാണ് അവർ പറയുന്നത്. ഒരു സൗഹൃദപരമായ ആക്രമണം എന്നാണ് അമേരിക്ക ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചെങ്കടലിൽ നേരത്തെ തന്നെ ഹൂതി ഉപതർക്കെതിരെ അതിശക്തമായ തോതിലുള്ള പ്രതിരോധമാണ് അമേരിക്ക തീർത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ഈ മേഖലയിലാകെ തന്നെ അമേരിക്ക നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതുപോലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ ഈ മേഖലയിൽ ശക്തമായ തോതിൽ പട്രോളിംഗ് നടത്തിയിരുന്നു. സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ അത് വെടിവെച്ചിടുന്നത് അവരുടെ ഒരു രീതിയായിരുന്നു. അത്തരത്തിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ വിമാനത്തിന് നേർക്ക് അമേരിക്കയുടെ തന്നെ മറ്റൊരു യുദ്ധക്കപ്പലിൽ നിന്ന് വെടിയേറ്റത് എന്നാണ് ഇപ്പോൾ അമേരിക്ക തന്നെ വിശദമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ US പ്രതിരോധ വകുപ്പ് തങ്ങളുടെ തന്നെ ഒരു യുദ്ധക്കപ്പലാണ് അബദ്ധവശാൽ സ്വന്തം രാജ്യത്തിൻ്റെ വിമാനം വെടിവെച്ചിട്ടത് എന്ന വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിശദീകരണം അമേരിക്ക നടത്തിയത് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂത്തി വിമതരും ആക്രമണം ആരംഭിച്ചത്. അവരുടെ പ്രധാന ലക്ഷ്യം ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതുവഴി കടന്നു പോകുന്ന മറ്റ് പല കപ്പലുകളെയും ഇവർ ആക്രമിക്കാനും തട്ടിക്കൊണ്ടുപോകാനും ഒക്കെ തന്നെ തുടങ്ങിയിരുന്നു. ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് അമേരിക്കൻ പ്രതിരോധ സേന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലുകളെ ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നത്. ഇപ്പോൾ തീവ്രവാദികൾ ഇസ്രായേലിനോട് ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹമാസും താമസിയാതെ വെടിനിർത്തലിന് തയ്യാറാകും എന്നാണ് കരുതപ്പെടുന്നത്. ഈ സന്ദർഭത്തിലാണ് പെട്ടെന്ന് ഹൂതി വിമതർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിന് നേർക്കും ഇസ്രായേലും ഡ്രോണുകളുമൊക്കെ അയച്ചത്. ഇതേ തുടർന്ന് ഇസ്രായേലിൻ്റെ വ്യോമസേന യമനിലേക്ക് കടന്നു കയറി ഹൂതികളുടെ ശക്തികേന്ദ്രങ്ങളിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. 14 യുദ്ധവിമാനങ്ങളാണ് 2000 കിലോമീറ്റർ താണ്ടി യമനിലെത്തി അവരുടെ പ്രധാനപ്പെട്ട സങ്കേതങ്ങളൊക്കെ തന്നെ തകർത്തത്. യമനിലെ ഹുദൈദ തുറമുഖമാണ് ഇവർ പ്രധാനമായും കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നത്. അവിടെയുള്ള ടഗ് ബോട്ടുകളും അതുപോലെ ക്രെയിനുകളും എല്ലാം തന്നെ ആക്രമണത്തിൽ തകർത്തിരുന്നു. കൂടാതെ ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും അവരുടെ വൈദ്യുതി സംവിധാനവും എല്ലാം തന്നെ പൂർണ്ണമായും ഇസ്രായേൽ ഇല്ലാതാക്കിയിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ഈ ഹൂതി വിമതർ വീണ്ടും ഇസ്രായേലിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചത്. ഈ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ ശക്തമായ പ്രതിഷേധത്തോടെയാണ് നേരിട്ടിരിക്കുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇസ്രായേൽ ഭരണകൂടം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. ഹൂതികളെ പ്രധാനമായും നേരിടുന്നത് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ്. നേരത്തെ ചെങ്കടലിന് മുകളിൽ മാത്രമാണ് ഇവരെ നിരീക്ഷിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇസ്രായേലിലേക്കും ഇവർ കടന്നുകയറ്റം നടത്തുന്നത് എങ്ങനെ തടയാമെന്ന ആലോചനയിലാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് ഈ മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തിയത് എന്ന കാര്യവും ഇസ്രായേൽ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഹൂതി വിമതരെ കൂടി ഇല്ലാതാക്കുക, ചെങ്കടലിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെങ്കടലിൽ ഇത്രയും ശക്തമായ തോതിലുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുണ്ടായ ഒരു അബദ്ധം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഉറപ്പായും അന്വേഷണം നടത്തും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു തിരിച്ചടിയാണ്. സ്വന്തം രാജ്യത്തിൻ്റെ യുദ്ധവിമാനത്തെ, സ്വന്തം രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലിന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്.